അസ്സലാമലൈക്കും. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചീരത്തണ്ട് വെച്ചിട്ട് ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ ചീരന്റെ ഇല ഞാൻ ഇന്നലെ മുട്ട ഇട്ടിട്ട് ഒരു തോരൻ വെച്ചു. അപ്പൊ തണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. അപ്പൊ ഇന്ന് എന്തായാലും കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ തൊണ്ടൊക്കെ ഞാൻ കളഞ്ഞു. തൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാര് പോലത്തതുണ്ടല്ലോ, അത് കളഞ്ഞിട്ട് ഞാൻ അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ദേ ഇതേപോലെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പൊ ഇനി പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിടണം. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചീരത്തണ്ടും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് 2 വിസലിന് വേവൂട്ടാ പരിപ്പ്. ആദ്യമൊക്കെ 1 വിസലിന് വേവണ പരിപ്പായിരുന്നു. ഇപ്പൊ പരിപ്പിനൊക്കെ നല്ല വേവുണ്ടെന്ന് തോന്നണം. അപ്പൊ ഞാൻ 2 വിസലടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ എപ്പോഴും ചീര വാങ്ങിക്കുമ്പോ ഞാൻ ചീരത്തണ്ടും ഇലയും കൂടി ഒരുമിച്ചിട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കലാണ് ട്ടാ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേണ്. അപ്പൊ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ട്ടാ. പക്ഷെ കണ്ടന്റ് കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗ് അധികം ചെയ്യാത്തത്. പിന്നെ അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ആരെങ്കിലും പറഞ്ഞു തന്നെയാണെങ്കിൽ ഞാൻ അതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ കൂടി. അപ്പൊ ഇതിലേക്ക് ഞാൻ 5 പച്ചമുളകും കൂടി ഇടണ്ടിട്ടാ. അപ്പൊ തേങ്ങ ഞാൻ ചിരവാറില്ല കേട്ടോ. ഇതേപോലെ കുത്തിയിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കലാണ്. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരവി എടുക്കാനും പറ്റും. അല്ലെ പിന്നെ കുറെ നേരം പിടിക്കും. തേങ്ങ ചിരവിയ പോലെ തന്നെ കിട്ടിയപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അരച്ചെടുക്കാം. കാരണം കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് അരച്ചെടുത്ത്. അപ്പൊ അതേ വേവിച്ച നമ്മളെ ചീരത്തണ്ടും പരിപ്പും കൂടി നമുക്ക് ചട്ടിയിലിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതെ ഉണക്കമീനാണ്ട് സൈഡ് കറി. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് കലക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കലക്കാം. എന്നിട്ട് പിന്നെ അധികം തിളക്കണ്ട. നമ്മ തക്കാളി തേങ്ങ ചിറക് വെക്കൂല അതേപോലെ തന്നെ. അപ്പൊ അതങ്ങോട്ട് നൊര പൊട്ടി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. പിന്നെ താളിച്ചാ മതിയല്ലോ. അപ്പൊ ഞാൻ ഉണക്കമീന് ഇങ്ങനെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ പിച്ചി ചെറിയ തോരെ ഇങ്ങനെ ഇട്ടിട്ട് മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിക്കാട്ടോ. അപ്പൊ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിച്ചി ഇട്ട് കണ്ട ഇതേപോലെ. എന്നിട്ട് മുളക് ഇടാലോ എന്ന് വിചാരിച്ചു. കാരണം എരിവിന് എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് ഇട്ടെടുക്കാം. ഉണക്കമുളക് ഇങ്ങനെ പൊരിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൊണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പൊ തന്നെ മൂടി വെക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലേക്ക് ഒഴിക്കട്ടെ ട്ടാ. അപ്പൊ ഇതേപോലെയൊക്കെ എല്ലാരും വെച്ച് നോക്കണം കേട്ടാ. അപ്പൊ നമുക്ക് ഇനി ഉണക്കമീൻ റെഡിയാക്കാം. അപ്പൊ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് പുരട്ടേണ്ടിട്ട്. അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം ഉപ്പുണ്ടല്ലോ. ഉണക്കമീനിൽ ഉപ്പുള്ള കാരണം ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പൊ ഏത് ഉണക്കമീനാണെങ്കിലും ഇതേപോലെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. നല്ലോണം മൊരിഞ്ഞ് വരുമ്പോ നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ ഉണക്കമീൻ ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ വറുത്ത് തിന്നണേക്കാട്ടി നല്ലത് ഇതേപോലെ താളിച്ചിട്ട് തിന്നുമ്പോൾ ഇടിച്ച മുളക് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉണക്കമീൻ മുളകിട്ടത് റെഡി ആയിട്ടാ. അപ്പൊ തേങ്ങാക്കറിയും ഈ ഉണക്ക മീനും കൂടി നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ. എന്നിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാ. അപ്പൊ കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളേക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ പാൽക്കവർ ഇതേപോലെ കഴുകിയിട്ട് ടൈലിങ്ങനെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ വെള്ളമൊക്കെ പോയി നമുക്കത് ഉണങ്ങി കിട്ടൂട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെയായിട്ട് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ചോറും കറി വെച്ചാനായിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ അടിച്ചുവാരി തുടച്ച് അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അപ്പൊ ഇക്ക വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോന്ന് വിചാരിച്ചു. അപ്പൊ ഇക്ക വന്നപ്പോ പറഞ്ഞു എനിക്കൊരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡില് ആരോ മോളെ കല്യാണമാണ്. അപ്പൊ അതിന് പോയി. അപ്പൊ പിന്നെ ഒറ്റക്ക് ചോറ് കഴിക്കാൻ മടിയായിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ
നിസ്കരിച്ച് പിന്നെ ഒരു 2:30 ഇപ്പൊ 2:30-3 മണിയാകാൻ വിശന്നപ്പം പിന്നെ അപ്പൊ ചോറുന്ന് പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ മോൻ വന്നപ്പോഴാണ് ഞാനിപ്പോ എഴുന്നേറ്റത്. ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഷോർട്ട് വീഡിയോ ഉണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ ഇടുന്നത്. അപ്പൊ ഷോർട്ട് വീഡിയോ ഒന്ന് പോയി കാണണേ, ലൈക്ക് അടിക്കണേ. അപ്പൊ ഇനി എനിക്കത് ഉണ്ടാക്കി കൊടുക്കട്ടെ. ചിക്കൻ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തു, അപ്പൊ അതിലേക്ക് ഇട്ടെടുത്തു. ഇനി ബനാന എടുത്തുണ്ടെന്നില്ലേ, അപ്പൊ ആപ്പിൾ കട്ട് ചെയ്തപ്പോ ആപ്പിൾ പെണ്ണേ നീയാര ഐസ്ക്രീംസിലേ നീയാര ആ പാട്ട്. ഞാൻ പഴം കട്ട് ചെയ്തപ്പോ പഴം തമിഴ് പാട്ടിലെ ശ്രുതി പഴയൊരു തമ്പുരു തേൻ. ടങ് ടങ് ടങ്. പാട്ടൊക്കെ പാടി ജോലി എടുക്കുമല്ലേ, അടിപൊളിയായിരിക്കും അല്ലേ? അതൊരു വേറെ വൈബാണ്. അപ്പൊ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ഇടുന്നില്ല കേട്ടോ. പഞ്ചസാര അവനക്ക് ഇഷ്ടമല്ല, അവന് ഷുഗർ കട്ടിങ് ആണ്, അതുകൊണ്ട് പഞ്ചസാര ഇടാനില്ല. പിന്നെ ബൂസ്റ്റ് ഇടണവർക്ക് ഇടാം, ഐസ്ക്രീം ഇടാം, ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. അപ്പൊ ഞങ്ങള് അതൊന്നും ഇടാനില്ല. മുന്തിരി ഞാൻ ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണാണ്, കുറച്ചു നേരം കഴിയുമ്പോൾ കഴുകി കൊടുക്കണം. അപ്പൊ ഞാനിതില് ആപ്പിളും ഏത്തപ്പഴവും പാലും മാത്രം ഇടണുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പൊ കഴിവതും നിങ്ങൾ പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.